പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മുമ്മയൊക്കെ മൺകലത്തിൽ അടുപ്പിൽ ചോറ് വെച്ച ഒരു ഓർമ്മയുടെ ഭാഗമായിട്ട് നമ്മളൊരു മൺകലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മൺകലത്തിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടാലോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. നമ്മുടെ ചോറ് അടയ്ക്കാറായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നെല്ലുകുത്തരി ചോറാട്ടോ. ഇതുണ്ട്, തിളച്ച് താഴെയൊക്കെ പോയിട്ടുണ്ട്. ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, മൺകലത്തിലൊക്കെ ചോറ് വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ സി ക്ലാസ് കരിമീൻ ഇന്ന് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിത് കട്ട് ചെയ്യാതെയാണ് വാങ്ങിച്ചത്. ആണ് സാക്ഷാൽ കുമരകം കരിമീൻ. കണ്ടോ, കുമരകം കരിമീൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇത് വലയിട്ടവരുടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് സി അല്ല, ഒരു ബി ടൈപ്പ് കൂടെ ഉണ്ട്. അപ്പം ബാക്കിയുള്ള കരിമീനും കൂടെ ഞാൻ കൂടെ കണക്കിനെടുത്തിടും. അതെ, സി ക്ലാസ് കരിമീൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബി ഗ്രേഡ് കരിമീൻ കറിയാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണം. ഇന്ന് നമ്മൾ സി ഗ്രേഡിനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലെ കരിമീൻ്റെ മുള്ള് ആണ് ഞാൻ കട്ട് ചെയ്യുന്നത്. മുള്ളൊക്കെ കുറച്ച് കട്ടിയുണ്ട്. നല്ല മൂർച്ചയുള്ള കത്രിക ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊക്കെ ഈസി ആയിട്ട് തോന്നുന്നത്. ഫ്രഷ് കരിമീൻ ആയതുകൊണ്ട് തന്നെ വെട്ടാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത്, ഒരു നല്ലതായിട്ട് വെട്ടാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മാതിരി ഇതിൽ പോവും. ഇതിപ്പോൾ നല്ല ക്ലീൻ ആക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. വെട്ടിക്കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമ്മൾ കുറച്ചെടുത്ത് മപ്പാസ് വെക്കും, എന്തായാലും കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ചെറുതെടുത്തിട്ട് ഫ്രൈ ചെയ്യാം ഇന്ന്. ചിലപ്പോൾ ഞാനിത് ചെത്തിയെടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല വെളുത്ത് കിട്ടുവേ. ചിലപ്പോൾ ഒരു ഇച്ചിരി ബ്ലാക്ക് കളർ വരും. അപ്പോൾ അങ്ങനെയുള്ള ഉളുമ്പ് നമ്മളൊന്ന് കല്ലിലിട്ട് ഉരച്ച് ഒന്നുകൂടെ ക്ലീൻ ചെയ്യേണ്ടി വരും. നമ്മളത് നന്നായിട്ട് ചെയ്യത്തില്ല. നിത്യം തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ. എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ എനിക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറവാണ്. പിന്നെ ഇപ്പം ശരിക്കും അറിയത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്തില്ല നമുക്ക് കിട്ടും. അപ്പം ജോലിക്കാർക്കും സമയമില്ലാത്തവർക്കും ഒക്കെ എളുപ്പമായി. ഇതൊന്നും പഠിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ, അറിയാമല്ലോ, കരിമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നതൊക്കെ എനിക്കൊരു സന്തോഷമാണ്. നമ്മൾ സന്തോഷത്തോടെ ചെയ്യുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ അധികം ചെയ്യാത്ത ആയതുകൊണ്ട് തന്നെ അമ്മയൊക്കെ ചെയ്യുന്ന പോലെ നല്ല ക്ലിയർ ആയിട്ടൊന്നും വരത്തില്ല കേട്ടോ. അതൊക്കെ ആയിക്കോളും. പിന്നെ എൻ്റെ കത്തിക്ക് ഇച്ചിരി മൂർച്ച കുറവാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ചുമ്മാ അത് ഇങ്ങനെ കളയുമായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയെങ്കിലും ഒന്ന് ചെത്താൻ പഠിക്കുന്നത്. അപ്പം നമ്മുടെ കരിമീൻ നല്ലതായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കല്ലിലിട്ട് ഉരച്ച് കുഴലൊക്കെ കളഞ്ഞ് നല്ല സൂപ്പറാക്കി ക്ലീൻ ആക്കി വെച്ചിട്ട് കുറച്ച് വരിക്കച്ചക്ക അമ്മേ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വെച്ചാൽ അടുത്തുള്ള വീട്ടിൽ നിന്ന് കിട്ടിയ വരിക്കച്ചക്കയാണ്. നമുക്കിവിടെ പ്ലാവൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല മധുരം. ഇത് വെച്ച് അട ഉണ്ടാക്കണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. മടുക്കുവാണെങ്കിൽ ഉണ്ടാക്കത്തില്ല. അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയട. കുറച്ച് കരിമീൻ എടുത്ത് നമ്മൾ മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തിളച്ച് നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ്. ഇനി കുറച്ച് നമ്മൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണേ. ഈ മപ്പാസ് വെക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കലും വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. ഇന്നത്തെ സ്പെഷ്യലാണേ.
ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ തന്നെ എടുത്തത്. സ്റ്റാൻഡ് വെച്ചിട്ട് എനിക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കൈ പിടിച്ചിട്ട് ഒരു തരത്തിലാണ് ഇതൊന്ന് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. കാരണം എൻ്റെ ഫേസ്, ഞാൻ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഫേസ് കാണിക്കുമ്പോഴത്തേക്കും കരിമീൻ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒരു തരത്തിലാണ് ഇത് സെറ്റാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ കരിമീൻ ഫ്രൈയുടെ കൂട്ടെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റോളം ഞാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തത്. പിന്നെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കറി ലീവ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനും പിന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫ്രഷ് കരിമീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് മറിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പൊടിഞ്ഞൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.